ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് മഞ്ഞൾ പറിക്കുന്നതിൻ്റെയാണ് കേട്ടോ. രാവിലെ തന്നെ വാപ്പിച്ച് തൂമ്പയും കൊട്ടയും ബക്കറ്റും ഒക്കെ ആയിട്ട് പറമ്പിലോട്ട് ഇറങ്ങി. ഞങ്ങൾ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് പറമ്പിലോട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ചൊക്കെ മഞ്ഞൾ പറിച്ച് കരയ്ക്ക് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം ചെന്നിട്ട് ഉടനെ തന്നെ പെറുക്കി ബക്കറ്റിൻ്റെ അകത്താക്കി. വാപ്പിച്ച് എപ്പോഴും തിരഞ്ഞു പിടിച്ച് എല്ലാം പറിച്ചെടുക്കുക കേട്ടോ. വാപ്പിച്ച് രാവിലെ കടയിലൊക്കെ പോയി വന്ന് ഉടനെ തന്നെ പറമ്പിലോട്ട് ഇറങ്ങും. എന്നാൽ ഞങ്ങൾ അടുക്കളയിലെ കുറച്ച് പണിയും വീട്ടിലെ അടിക്കലും വാരലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടെങ്കിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഏകദേശം ഈ 11 മണിയൊക്കെ ആകും സമയം ഉച്ചയാവാറായെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ. വെയിലുണ്ടെങ്കിലും വെയിലിന് ചൂടില്ല. അതുകൊണ്ട് തന്നെ ആമീനെ തൊപ്പിയെല്ലാം ഇടിയിച്ചിട്ടാണ് മുറ്റത്തോട്ട് ഇറക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ കയറ് പൊട്ടിക്കുന്നതാണ് പറമ്പിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പണി കഴിയാതെ പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യവും നടക്കൂല, ഇവിടുത്തെ കാര്യവും നടക്കൂല. കഴിഞ്ഞ വർഷം മഞ്ഞൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മഞ്ഞൾ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ഒരു തരം ദ്രവിച്ച് തുടങ്ങിയൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിതാ ഇതുപോലത്തെ കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. വലിയ ശക്തിയൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഈ വാഴക്കയിലൊക്കെ കാറ്റടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ശക്തി തോന്നും. കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും മഞ്ഞൾ പെറുക്കി കൂട്ടണ തിരക്കിലേക്കായി. ആമി അവിടെ ഉണ്ട് കേട്ടോ. ആമി ഓരോരോ പരിപാടിയെ കാണിച്ച് അതിലൂടെ നടപ്പുണ്ട്. കുറച്ചൊക്കെ മഞ്ഞൾ ബക്കറ്റിലേക്ക് പെറുക്കി ഇടുന്നുണ്ട്. അതിനിടയിൽ വാപ്പിച്ച് ഈ കുരുമുളകിന് ചുറ്റും ഉണ്ടല്ലോ ചാക്ക് ഇങ്ങനെ കെട്ടി ഇങ്ങനെ പൊതയിടുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവനിങ്ങനെ വീക്ഷിച്ച് അവനും അതേപോലെ തന്നെ കയറൊക്കെ ഇട്ട് കെട്ടിയൊക്കെ നോക്കുന്ന പരിപാടിയിലാണ്. ഒരു ബക്കറ്റ് മഞ്ഞൾ നമ്മൾക്ക് കിട്ടിയിട്ടോ. അതിനിടയിൽ ഒരു ദ്രവിച്ചു തുടങ്ങിയ ഒരു തടയും കൊണ്ട് ആമി വന്നു കേട്ടോ. മഞ്ഞളാന്ന് പറഞ്ഞ് ഇത് കണ്ടോ, നന്നായിട്ട് ദ്രവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മഞ്ഞൾ പറിക്കാതിരുന്നോണ്ടാട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം പറിച്ചെടുത്തു. ഇത്തവണ കുറച്ച് കുറവാണ്. കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം ഒരുപാട് മഞ്ഞൾ കിട്ടിയായിരുന്നു കേട്ടോ. ആമി ഇതാ ഒരു ഉള്ളിച്ചെടിയുടെ ഒരു കിഴങ്ങ് കേട്ടോ മഞ്ഞളാന്ന് പറഞ്ഞ് പെറുക്കിയെടുത്തത്. അങ്ങനെ ഈ ഒരു സൈസുള്ള ബക്കറ്റിൽ 2 ബക്കറ്റ് മഞ്ഞളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ വർഷത്തെ മഞ്ഞൾ പറിക്കൽ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആമീനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് കയറിപ്പോയിട്ടോ. വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴാട്ടോ വഴിയുടെ സൈഡിൽ തന്നെ നട്ടിരിക്കുന്ന പാവലിൽ കുറച്ച് പാവയ്ക്ക വിളഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ പറിച്ച് വീട്ടിലിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈച്ചയെല്ലാം കുത്തി അത് കളയും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കിട്ടുന്ന പാവയ്ക്ക അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെയാണ് ഒരുമിച്ചൊരു തോരനോ തീയലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത്ര വലിപ്പം ഈ പാവയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുമാതിരി ഈ ഒരു വലിപ്പമാകുമ്പോൾ തന്നെ പറിച്ച് അങ്ങ് സൂക്ഷിക്കാറാട്ടോ പതിവ്. അങ്ങനെ കിട്ടിയ പാവയ്ക്ക ഞാൻ ഒരു വാഴയുടെ പോളയ്ക്കകത്ത് വെച്ച് അതും മഞ്ഞളുമായിട്ട് വീട്ടിലോട്ട് എത്തി. ഉമ്മച്ചിയുടെ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ റെസ്റ്റിലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം റെസ്റ്റൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ കറിക്കരിയൊക്കെ ചെയ്ത് തരാറുണ്ട്. കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഉമ്മച്ചി മഞ്ഞൾ അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് ആമീൻ കൂടെ കൂടിയിരുന്ന മഞ്ഞളിൻ്റെ തടയിലെ ആ ഒരു വേരും തടയെല്ലാം എടുത്ത് മാറ്റി ക്ലിയർ ആക്കുക കേട്ടോ. ആമി അങ്ങ് ചെന്നതും എല്ലാം കുളമാക്കി കേട്ടോ. ഉമ്മച്ചി ബക്കറ്റ് എല്ലാം ക്ലിയർ ആക്കി വെച്ചായിരുന്നു. അവൻ ചെന്ന് വീണ്ടും പഴയതുപോലെ ആക്കി വെച്ചിട്ട് പോന്നു. പിന്നെ അവൻ ഉറങ്ങിയ സമയത്ത് ഉമ്മച്ചി മഞ്ഞളെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു കേട്ടോ. കണ്ണിൽ സ്പെക്സൊക്കെ വെച്ചിട്ടാട്ടോ ഉമ്മച്ചി അരിയുന്നത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത് ചെക്കപ്പ് കഴിയണ വരെ സ്പെക്സ് യൂസ് ചെയ്യണം. അങ്ങനെ നന്നായി വൃത്തിയായിട്ട് മഞ്ഞൾ കഴുകി വാരി ചെറുതായിട്ട് അരിഞ്ഞ് ഇത് ഉണക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. പാത്രമല്ല, ഈ ഒരു വലിയ ഡ്രമ്മിൻ്റെയൊക്കെ അടപ്പാട്ടോ ഇത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇതെല്ലാം നിരത്തിയിട്ടു. ഞാനും കൂടിയിട്ട് നിരത്താനൊക്കെ ആയിട്ട് അങ്ങനെ നേരത്തെ നമ്മളിപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉച്ച കഴിയുമ്പോൾ ചെറിയൊരു മഴക്കാറൊക്കെ വരുന്നതുകൊണ്ട് ദിവസം കുറച്ച് കൂടുതൽ എടുത്തേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉള്ള വെയിലത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞൾ അങ്ങ് വെച്ചു കേട്ടോ. ഒരു 3 ദിവസമാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലേക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കംപ്ലീറ്റ് ഉണക്കായിട്ടില്ല. 1 ദിവസം കൂടെ കഴിഞ്ഞ് നന്നായിട്ട് കിട്ടും. അങ്ങനെ ഉണക്കിയതാ നമ്മൾ മിക്സിയിൽ തന്നെ ഇട്ടാട്ടോ പൊടിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ ഈ കുറച്ച് മഞ്ഞളിന് വേണ്ടിയിട്ട് മില്ലി വരെ പോകേണ്ട കാര്യമില്ല എന്ന് വെച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ആട്ടോ പൊടിച്ചത്. കുറച്ച് മല്ലി കൂടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ 2ാമത്തെ ട്രേക്കകത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.